JD നേതാക്കൾ മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പാർട്ടിക്ക് അനായാസം 5000 വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് കുറ്റിയാടി. പേരാമ്പ്രയിൽ സഖാവ് TP രാമകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് മിനിമം 5000 വോട്ട് പേരാമ്പ്രയിലുണ്ട്. നാദാപുരം വിജയിക്കണമെങ്കിൽ RJDയുടെ പിന്തുണ ആവശ്യമാണ്. കൊയിലാണ്ടിയിൽ, തിരുവമ്പാടിയിൽ, കുന്നമംഗലത്ത്, ബാലുശ്ശേരി, നേരത്തെ ബാലുശ്ശേരിയുടെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ എലത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLAമാരെ വിജയിപ്പിക്കുന്നതിൽ ഈ പാർട്ടിക്ക് അങ്ങനെ വളരെ സഹായകരമായ പങ്ക് നിർണ്ണയിക്കാൻ കഴിയും എന്നെല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ 5000 മുതൽ 7000 വരെ വോട്ടുകൾ നമുക്കുണ്ട്. ചാലക്കുടിയിൽ ഞങ്ങൾ 7 തവണ മത്സരിച്ചതാണ്. 2 തവണ CG ജനാർദ്ദനൻ, പിന്നീട് PK ജോർജ് ഉൾപ്പെടെയുള്ളവർ 7 തവണ അവിടെ മത്സരിച്ചിട്ടുണ്ട്. 4 തവണ അവിടെ ജയിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് നിർണായകമായിട്ടുള്ള കാട്ടാക്കട, നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇന്നും പാർട്ടി ശക്തമായ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് LDFൻ്റെ സ്ഥാനാർത്ഥികളെ ഇതര പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം സ്ഥലങ്ങളിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ശക്തി കൂടി കണക്കിലെടുത്ത് കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. രണ്ടാമത്, പാർട്ടിക്ക് പ്രാദേശികമായ സന്തുലിത കേരളത്തിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പഴയ തിരുവിതാംകൂറിലും കൊച്ചിയിലും പാർട്ടിക്ക് പ്രാതിനിധ്യം അനിവാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റും, പഴയ കൊച്ചിയിലെ ചാലക്കുടി, തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റും, കോഴിക്കോട് ജില്ലയിൽ ഒരധിക സീറ്റും വേണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടത്. RJD ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ അസംബ്ലി സീറ്റ് ചർച്ചയിൽ അന്ന് സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞത്, ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് M കൂടി മുന്നണിയിൽ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ RJD സീറ്റുകൾ ഇപ്പോൾ തന്നതിൽ തൃപ്തിപ്പെടണം എന്നാണ് പറഞ്ഞത്. അടുത്ത തവണ നിയമസഭ മത്സരവേളയിൽ തീർച്ചയായിട്ടും RJDയുടെ സാമൂഹിക അടിത്തറ പരിഗണിച്ചുകൊണ്ട് സീറ്റുകൾ തരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ഇത്രയും തിരിച്ചടി നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. LDFൻ്റെ വോട്ട് ശതമാനം ഇപ്പോൾ 33%, UDFൻ്റെ വോട്ട് ശതമാനം 39%. ഇത്രയും വ്യത്യാസം ഉണ്ടായിട്ടും
RJD മത്സരിച്ച 1/3 സീറ്റുകൾ വിജയിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മത്സരിച്ച് വിജയിച്ച സീറ്റുകളുടെ കാര്യത്തിൽ RJD ഇപ്പോഴും 4ാം സ്ഥാനത്താണ്. ഇതും പാർട്ടിയുടെ സാമൂഹിക അടിത്തറ വിളിച്ചു പറയുന്നതാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ മാസം 2-ാം തീയതി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ഞങ്ങളെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കുകയുണ്ടായി. ആ ഉഭയകക്ഷി ചർച്ചയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ നേരത്തെ കോഴിക്കോട് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ച അധിക സീറ്റുകൾ എന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ 1 സീറ്റും തൃശ്ശൂർ 1 സീറ്റും കോഴിക്കോട് ജില്ലയിൽ 1 അധിക സീറ്റും എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ CPM നേതാക്കൾ സഖാക്കൾ വിജയരാഘവൻ, സഖാവ് ഗോവിന്ദൻ മാഷ്, സഖാവ് TP രാമകൃഷ്ണൻ CPM-ഉമായിട്ടായിരുന്നു ഉഭയകക്ഷി. അവർ പറഞ്ഞത് സ്റ്റാറ്റസ് കോ ആണ്, നിലവിലുള്ള സ്ഥിതി നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പുതുതായി 1 സീറ്റും അനുവദിക്കാൻ കഴിയില്ലെന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. കഴിഞ്ഞ അസംബ്ലി സീറ്റിൽ അന്നത്തെ പരേതനായ സെക്രട്ടറി സ്വീകരിച്ച നിലപാട് അവർക്ക് ഓണർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമുള്ള ഈ അധിക സീറ്റുകൾ നമുക്ക് ലഭിക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ യുക്തി ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ട്. എന്നാൽ ആ ഉഭയകക്ഷി ചർച്ച തൃപ്തികരമല്ലായിരുന്നു. സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു CPM-ൻ്റെ നിലപാട്. ഇത് ഇന്ന് കൂടിയ പാർട്ടിയുടെ നേതൃയോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. RJD എല്ലാ കാലത്തും മുന്നണി രാഷ്ട്രീയത്തിൽ വളരെ ഉദാരമായ സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ബീഹാറിൽ ഇടതുപക്ഷ പാർട്ടികൾ വളരെ ചെറിയ പാർട്ടികളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ബീഹാറിൽ നടന്ന ലോക്സഭ ഇലക്ഷനിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് RJD സീറ്റുകൾ കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ CPIM-ന് അവിടെ നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിച്ചതും RJD-യുടെ മുന്നണിയോടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജാർഖണ്ഡിൽ ഞങ്ങൾ മന്ത്രിസഭയിലുണ്ട്. ജാർഖണ്ഡിൽ ഞങ്ങൾക്ക് MLA-മാരുണ്ട്. അവിടെയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുകയും ആ മുന്നണിയിൽ ഐക്യത്തോടെ കഴിയുകയും ചെയ്യുന്നു. ബീഹാറിൽ 22% വോട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ 2ാമത്തെ ആ സംസ്ഥാനത്ത് 22% വോട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ അഖിലേന്ത്യാ പരിപ്രേക്ഷ്യത്തിലാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ കുറേ മണ്ഡലങ്ങളിൽ നിർണ്ണയിക്കാൻ കഴിവുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിലും ഞങ്ങളോട് നീതി പുലർത്തണം LDF എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. LDF-ൻ്റെ സീറ്റ് വിഭജന ചർച്ച ഇനി ആരംഭിക്കാനുണ്ട്. CPIM-ഉമായിട്ടുള്ള ചർച്ചയാണ് കഴിഞ്ഞത്. ആ ചർച്ച തന്നെ പുനഃപ്രവേശനം നടത്തണം, റീഓപ്പൺ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് താല്പര്യം. ഇന്നത്തെ പാർട്ടി നേതൃയോഗത്തിൻ്റെ അഭിപ്രായപ്രകാരം അത് ഞങ്ങൾ CPM നേതൃത്വത്തെ അറിയിക്കും. വീണ്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ റീഓപ്പൺ ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്.
LDFിൻ്റെ ചർച്ച 4-ാം തീയതിയാണ് നിശ്ചയിച്ചിരുന്നത്. കാരണം മറ്റ് കക്ഷികളുടെ ചില സീറ്റുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പരസ്പരം വെച്ചുമാറാനും കൈമാറാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് LDFിൽ വിശദമായൊരു ചർച്ച വരാനിടയുണ്ട്. ആ LDF ചർച്ചയിൽ നേരത്തെ കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ച അധിക സീറ്റുകൾ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കാനും ഇന്ന് ചേർന്ന നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് സംസാരിക്കുകയാണ്. RJD നേതൃയോഗത്തിന് ശേഷമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നത്. LDF കുറെ കൂടി നീതിപൂർവമായ സമീപനം സ്വീകരിക്കണം എന്നതാണ്. നേരത്തെ ഉഭയകക്ഷി ചർച്ചയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ നീതിപൂർവമായ സമീപനം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അക്കാര്യം വീണ്ടും ആവശ്യപ്പെടാൻ മുൻനിയോഗത്തിലും ഒപ്പം CPM-നോടും ആവശ്യപ്പെടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും വിജയഘടകമായി പ്രവർത്തിക്കാനുള്ള ശക്തി പാർട്ടിക്കുണ്ട്. അതിനനുസരിച്ചുള്ള പരിഗണന LDF-ൽ ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ വിശദീകരിക്കുന്നത്.